ഹലോ ഹായ് നമസ്കാരം. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. ഒരുപാട് പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രിപ്പറേഷൻ പരിപാടിയേക്കാൾ കൂടുതൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ 2 ക്യാമറകൾ വിറ്റു. എൻ്റെ ഏറ്റവും വിശ്വസ്തരായ 2 സ്നേഹിതരെ ഞാൻ ഇന്ന് പറഞ്ഞു വിട്ടു. സോണി ZV-E10 ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1 അല്ല 2 എണ്ണം, ആക്ച്വലി 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ക്യാമറയും ഒരു 16mm 1.4 ഉണ്ടായിരുന്നു, ഒരു 30mm 1.4 ഉണ്ടായിരുന്നു, 50mm 1.8 സോണിയുടെ ലെൻസ് ഉണ്ടായിരുന്നു. ഈ 3 ലെൻസുകളും 2 ക്യാമറകളും നിങ്ങൾ നമ്മുടെ മെയിൻ ചാനലിൽ റിവ്യൂവേഴ്സിൻ്റെ ഒരു റൗണ്ട് ടേബിൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ZV-E10ലാണ്. ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. വീഡിയോ ഒക്കെ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഷൂട്ട് ചെയ്താലും ഓവർ ഹീറ്റ് ആവാതെ ഗംഭീരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ക്യാമറ. പക്ഷേ ആ ക്യാമറയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ഷെയ്ക്കും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്ന്, അതൊരു 8-bit ക്യാമറയാണ്. 8-bit 10-bit വ്യത്യാസം യൂട്യൂബിൽ ഭയങ്കര പ്രകടമായിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു കളറിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എനിക്കിതൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ട്, കളർ ഗ്രേഡിങ് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് 8-bitനേക്കാൾ ഒരു 10-bit ക്യാമറയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ്, APS-C ക്യാമറയാണ്. ഒരു ഫുൾ ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ കിട്ടും. മാത്രമല്ല, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് വരുന്നത്, ഞാനും ശ്രുതിയൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒരു 1.5-2 മണിക്കൂർ വരെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. കൂടുതൽ പോഡ്കാസ്റ്റ് പരിപാടികൾ ആലോചിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ക്യാമറ, കൂടുതൽ ഹൈ ക്വാളിറ്റി കോഡക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറ, ഇങ്ങനെയുള്ള ഒരുപാട് പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനീ പറയുന്നത് ഇതെൻ്റെ അബ്സല്യൂട്ട് നീഡാണെന്നല്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ചും കൂടി പഠിക്കണം, കുറച്ചും കൂടി ഈസി ആയിട്ട്, ഞാൻ പ്രീമിയറാണ് യൂസ് ചെയ്യുന്ന മാക്ബുക്കിൽ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള കോഡക്സ് ഒക്കെയുള്ള ഒരു നല്ല ക്യാമറ വാങ്ങണം, ഫുൾ ഫ്രെയിം വാങ്ങണമെന്നുള്ളത് കുറേ നാളത്തെ ആഗ്രഹമാണ്. ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇന്നത് സാധിച്ചു. സോണി ZV-E10 2 ക്യാമറകളും ലെൻസുകളും എല്ലാം നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരൊറ്റ ക്യാമറയിലേക്ക് മാറുകയാണ്. ആ ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇറ്റ്സ് ലൂമിക്സ് S5 II X. ലൂമിക്സിൻ്റെ ക്യാമറാസ് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ സ്റ്റഡി ക്ലാസ്സിന് വേണ്ടിയിട്ട്, അതായത് ഈ ക്യാമറ അവർ ഒരു പുതിയ ഒരെണ്ണം മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഒരു ചെറിയ ക്ലാസ് പോലെ വെക്കും, ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എഡിറ്ററോ ഫോട്ടോഗ്രാഫറോ ആയിരിക്കും വരുന്നുണ്ടാവുക. അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഈ ക്യാമറ ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയും. അങ്ങനെയാണ് GH5-ൻ്റെയോ 6-ൻ്റെയോ ലോഞ്ചിന് ഞാൻ പോയപ്പോഴാണ് ശരിക്കും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി തന്നെ മൊത്തത്തിൽ മാറുന്ന പോലത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയാവുന്ന രീതിയിലൊരു സംഭവം കിട്ടിയത്. ആകെ 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ പുള്ളി പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് എനിക്ക് എഡിറ്റിംഗ് അടുത്ത ലെവലിലേക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് ലൂമിക്സുമായിട്ടുള്ള പരിചയം. ഞാൻ ലൂമിക്സിൻ്റെ GH5 തൊട്ട് നോക്കുന്നുണ്ട്, എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ നീണ്ടുപോയി. പിന്നെ സോണിയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും റിലയബിളാണ്. നമ്മളെവിടെ ക്യാമറ വെച്ചോ, നമ്മൾ സോണിയുടെ ഒരു ക്യാമറ എടുക്കുമ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഓട്ടോ ഫോക്കസ് പക്കയായിരിക്കും. അപ്പം ലൂമിക്സിൽ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ആണ് ഉള്ളത്. അത് ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് പാനസോണിക്കിലേക്ക് നോക്കാതിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലൂമിക്സ് S9 എന്ന് പറയുന്നൊരു ക്യാമറ അവർ ലോഞ്ച് ചെയ്തു. അതൊരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഗംഭീര ക്യാമറയാണ്. ഗംഭീരം എന്ന് വെച്ചാൽ ഒരു സിനിമ ലെവലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ക്യാമറ, ഗംഭീര ബാറ്ററി ബാക്കപ്പ് ഒക്കെയുള്ള. നിങ്ങൾ പാനസോണിക് ലൂമിക്സ് ഒരു ഫുൾ ഫ്രെയിം സെൻസറിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൂമിക്സ് S9 ഒരു നല്ല ഓപ്ഷനാണ്. പറ്റുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ആരുടെയും കയ്യിൽ നിന്നൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അങ്ങനെ ആ ക്യാമറ മലയാളികൾ അധികാരം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ടെക് ബ്ലോഗർ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നു. അവൻ്റെ അടുത്ത് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. ക്യാമറ എനിക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. എന്നിട്ട് ലൂമിക്സിൻ്റെ ഒരാളുടെ കോൺടാക്ട് നമ്പർ തന്നു. നമ്മുടെ പരമേഷിൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പരമേഷ് വളരെ സ്പീഡിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. പുള്ളിയുടെ നൈക്കോൺ ZR-ൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ജെല്ലിക്കെട്ടിൻ്റെ, കണ്ടിട്ടില്ലേ കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ പരമേഷിനോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ലൂമിക്സ് S5 II X എത്തി. ഇതിലെൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും തരക്കേടില്ലാതെ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ എനിക്ക് ലോ ലൈറ്റിൽ പെർഫോമൻസ് കിട്ടും. ഗംഭീര ഫോട്ടോഗ്രാഫി ക്യാമറയാണ്. അതിൻ്റെ കൂടെ വീഡിയോ കോഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോറസ് നമുക്ക് ഇൻറ്റേർണലി റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പ്രോറസ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ പ്രോറസിൻ്റെ ഒരു വർക്ക് ഫ്ലോ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻബിൽറ്റ് ഫാൻ വരുന്നുണ്ട്. ലൂമിക്സിൻ്റെ ലെൻസ് സിസ്റ്റം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ ഈ ക്യാമറ അവരൊരു ഡെമോ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. ഐ വാസ് സൂപ്പർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്യാമറ. ഞാൻ അങ്ങനെ നോക്കിയിരുന്ന് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മലക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അത് സംഭവിച്ചു. വി ടുക്ക് S5 Mark II X.
ഇതിൻ്റെ അൺബോക്സിങ് അവരെനിക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാണെങ്കിലും നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി സെലോട്ടെ പൊട്ടിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്തൊക്കെയാണ് ക്യാമറയിലുള്ളത്, ബോക്സിലുള്ളത് നോക്കാം. ബോക്സ് തുറന്നു. ബോക്സിനകത്ത് നമുക്കൊരു ടോപ്പ് ആംഗിൾ ക്യാമറയൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ലൂമിക്സ് ലാബ് ആപ്പാണ് ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ലൂമിക്സ് ലാബ് എന്ന് പറയുന്നൊരു മൊബൈൽ ഫോൺ ആപ്പാണ്. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ലട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സിസ്റ്റത്തിലിട്ട് കളർ ഗ്രേഡ് ചെയ്ത് എടുക്കുന്ന ആ സാധനം നമുക്ക് ഇൻബിൽറ്റ് ക്യാമറയിൽ ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഫോട്ടോ കിട്ടിയാൽ ആ ഫോട്ടോയുടെ അതേ കളറിൽ നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് കോപ്പി ചെയ്യാനുള്ള അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ലൂമിക്സ് ലാബ് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് അവർ തന്നിട്ടുള്ളത്. പിന്നെയും തുറന്ന് വരുമ്പോൾ മെയിൻ ആൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ദിസ് ഈസ് ദ ക്യാമറ. ഇതാണ് നമ്മുടെ പുതിയ അതിഥി, ലൂമിക്സ് S5 Mark II X. ഇവനാണ് നമ്മുടെ ക്യാമറ. ആൻഡ് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നമുക്ക് ടിൽറ്റബിൾ ആയിട്ടുള്ളൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ടച്ചും ഫംഗ്ഷനും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. ബാക്കിലൊക്കെ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ZV-E10 ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ബട്ടൺസ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഡയൽസ് ഉണ്ട്, കസ്റ്റമായിട്ട് നമുക്ക് ചെയ്ത് വെക്കാവുന്ന ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ആക്ച്വലി ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് ശീലമുള്ള ഒരാളല്ല. പക്ഷേ ഇതെല്ലാം പഠിക്കണം. എനിക്കൊരു പ്രൊഫഷണൽ വർക്ക് ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത്യാവശ്യം വീഡിയോഗ്രഫി ഒന്ന്, അതായത് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കൊന്ന് പ്രോപ്പറായിട്ട് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നോക്കി വാങ്ങിച്ചതാണ്. ആൻഡ് ഇതിനകത്തുള്ള ബാറ്ററി ഒരു ഗടാഗടിക്കൻ ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല ടൈം തരും. 4K 2 മണിക്കൂറിന് മുകളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ പല റിവ്യൂസിലും കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഓവർ ഹീറ്റ് എന്ന് പറയുന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലില്ല. കാരണം ഇതിനകത്ത് ഇൻബിൽറ്റ് ഫാൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാനാണ്. ഇതിൽ 6K ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് ഒരുപാട് റിവ്യൂസിൽ കണ്ടത്. അതും ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ തരാം. ദിസ് ഈസ് ദ ക്യാമറ. ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പ്രീമിയം ഒരു ഫീലുണ്ട്. ഇതിൻ്റെ ബാറ്ററി വരുന്ന ആ സൈഡിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ നമ്മൾ സാധാരണ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ നൈക്കോൺ ZR നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാനസോണിക് ലൂമിക്സ് S9 നോക്കുന്ന സമയത്ത് വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പം ഇതാവുമ്പോൾ നമുക്കൊരു ഹോൾഡ് ഉണ്ട്. എത്ര വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ലെൻസാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു പാക്കേജാണ്. ലൂമിക്സിൻ്റെ S5-2X അതുപോലെ ഒരു 50mm ലെൻസും പിന്നെ ഇവരുടെ 20-60 കിറ്റ് ലെൻസും ആണ്. കിറ്റ് ലെൻസ് ഗംഭീര ലെൻസാണ് എന്നാണ് ഒരുപാട് റിവ്യൂസിൽ കണ്ടത്. അതുകൊണ്ട് കിറ്റ് ലെൻസ് വാങ്ങിക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ഏതൊരു ലെൻസാണ് വാങ്ങിക്കുക വ്ളോഗ് ചെയ്യാൻ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇത് ലൂമിക്സിൻ്റെ കിറ്റ് ലെൻസാണ്. 20-60 ലെൻസ്. ഒരുപാട് ആളുകൾ ഗംഭീര റിവ്യൂ പറഞ്ഞിട്ടുള്ളൊരു ലെൻസാണ്. കിറ്റ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ നല്ല ടൈറ്റാണ്. പിന്നെ ലെൻസിൽ തന്നെ നമുക്ക് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് ബട്ടൺ ഉണ്ട്, സൂം ചെയ്യാം, ഫോക്കസ് റിങ്, എല്ലാം ഭയങ്കര പ്രീമിയം ഫീലാണ്. എന്തോ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സെറ്റപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് പോലൊരു ഫീലുണ്ട്. ആൻഡ് അടുത്ത ലെൻസ്, ദിസ് ഇസ് ദി 50mm 1.8 ലെൻസ് ലൂമിക്സിൻ്റെ. ഇതിലൊരു ഫോക്കസ് റിങ് മാത്രമാണ് വരുന്നത്. പിന്നെ ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് ബട്ടൺ ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഫീലുണ്ട്. മെറ്റലോ പ്ലാസ്റ്റിക് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. ആൻഡ് ദിസ് ഇസ് എ വണ്ടർഫുൾ ലെൻസ്. ഞാൻ ഇതിൻ്റെ ഡെമോ നോക്കിയ സമയത്ത് എനിക്ക് ക്യാമറ ഒരു ഡെമോയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. 50mm ഇസ് ടു ഗുഡ്. പിന്നെ ഇവരുടെ ഇൻബിൽറ്റ് കളേഴ്സ് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് കളറിൽ ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് തരുന്നത്. ഇതിൽ ഇനി വ്ളോഗ് ഉണ്ട്, പ്രോറസ് ഫോർമാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഈ പറയുന്ന പോലെ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ. ഇത് ജസ്റ്റ് ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ലൂമിക്സ് എടുക്കാൻ പോകുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്തിനാണ് ലൂമിക്സ് എടുക്കുന്നത്, സോണി എടുത്താൽ പോരെ, കാനൺ എടുത്താൽ പോരെ. ചില ആൾക്കാർ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണലായിട്ട് ഈ രംഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ അതിൽ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സോണിയോ കാനണോ ആണെങ്കിൽ, കാര്യം വർക്കിന് വിളിക്കുന്ന ആൾ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സോണിയുടെ ക്യാമറയാണോ, സോണി FX3 ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കുണ്ട്, സോണി A7S3 ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കുണ്ട്, സോണി A5 ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കുണ്ട്, അല്ലെങ്കിൽ കാനൻ്റെ R6 അല്ലെങ്കിൽ R5 ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഈ പാനസോണിക്കിൻ്റെ ക്യാമറ, ലൂമിക്സ് ക്യാമറാസിൽ ഇതിലിപ്പോൾ ഫേസ് ഓട്ടോ ഫോക്കസ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ഓട്ടോ ഫോക്കസ് ഉണ്ട്. ഗംഭീര ഓട്ടോ ഫോക്കസ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോണിയുടെ അത്രയും അടിപൊളിയൊന്നും അല്ലെങ്കിലും ഗംഭീര ഓട്ടോ ഫോക്കസ് ആണ്. എൻ്റെ നീഡിന് ഇത് ഭയങ്കര വർത്താണ്. പിന്നെ നമ്മൾ ഈ അടുത്തായിട്ട് കുറച്ച് ട്രാവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനും അത്യാവശ്യം നന്നായി കളർ ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ SD കാർഡാണല്ലോ ഇടുക. അപ്പോൾ SD കാർഡിൽ പല
വേർഷൻസ് ഉണ്ട്. ഇത് ബേസിക്സ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങളൊരു പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ചില്ലറ കാര്യമില്ലേ എന്ന് തോന്നും. നമ്മൾ സാധാരണ ഒരു ക്യാമറ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് സാധാരണ ഇടുന്നത് ഒരു V30 കാർഡായിരിക്കും. UHS 1 V30 കാർഡ് വരെയൊക്കെ മതി 4K ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ZV-E10 ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ കാർഡ് മതിയായിരുന്നു. അതേസമയം നമ്മൾ യൂസ് ചെയ്യുന്ന കോഡൊക്കെ വലുതാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന 4Kയിൽ ഈ MB/s ഇപ്പം 100 MB/s ഉള്ള 4K ഫയൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് UHS 1 V30 കാർഡ് മതി. പക്ഷേ അത് കഴിഞ്ഞ് അതിനേക്കാൾ കുറച്ചും കൂടി സൈസുള്ള ഫയൽസ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, പ്രോറസ് ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമാണ്, സ്പീഡ് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ക്യാമറയ്ക്കകത്ത് നമ്മളൊരു V90 കാർഡെങ്കിലും ഇടണം. V90 കാർഡ് 128 GB എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 10-20,000 രൂപയായി. ഇപ്പോൾ SD കാർഡിനും മൈക്രോ SD കാർഡിനൊക്കെ ഭയങ്കര വിലയാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഒരു 512 GB മൈക്രോ SD കാർഡ് ഞാൻ 5,000 രൂപയ്ക്ക് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിന് 17,000 രൂപ വിലയുണ്ട്. ഞാൻ അന്നത് വാങ്ങിച്ചതുകൊണ്ട് അതെൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ കയ്യിൽ SSDയോ മൈക്രോ SD കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിൽക്കരുത്. ഇനി വിൽക്കാൻ വെച്ചിരിക്കുക, ഉപയോഗം ഇല്ലെങ്കിൽ അത് കുറച്ച് കൂടിയ പൈസയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം ഇതിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു V90 കാർഡ് ഒരു 512 GB വാങ്ങിച്ചിടുക എന്ന് പറഞ്ഞാൽ 10-60,000 രൂപയാണ്. എൻ്റെ കയ്യിലൊരു 2 TB SSD ഉണ്ട്. ഈ ക്യാമറയിൽ ഡയറക്റ്റ് നമുക്ക് SSD വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന സോണിയിലോ കാനണിലോ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് SSD കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ SD കാർഡ് വാങ്ങിച്ചിടണം. ഒരു V90 കാർഡ് വാങ്ങിച്ചു വരുമ്പോൾ 10-60,000 രൂപയാണ്. ഒരു 512 GB അല്ലെങ്കിൽ ഒരു 256 വരുമ്പോൾ തന്നെ അത്യാവശ്യം വിലയാവും. പിന്നെ എനിക്ക് എന്തായാലും 512 മുകളിലേക്ക് വരും. കാരണം പ്രോറസിൽ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന ഒരു 4K ഫയൽ ഞങ്ങളൊരു 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 32 GB ഒക്കെയാണ് മാക്സിമം വരിക. പക്ഷേ ഇതിൻ്റെ അകത്ത് അത് ഈ TBയിലേക്കൊക്കെ വരാൻ മാത്രമുള്ള ഫയൽ സൈസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് SSD ഇതിൽ കണക്ട് ചെയ്തിട്ട് എനിക്ക് SSDയിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നേരെ മാക്കിൽ കൊണ്ട് കണക്ട് ചെയ്യുക, അതിൽ തന്നെ ആ SSDയിൽ തന്നെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ വർക്ക് ഫ്ലോ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും എന്നൊക്കെയുള്ളത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്യാമറ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, ഇതുകൊണ്ട് എൻ്റെ വർക്ക് ഫ്ലോയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, ഞാൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ളത് ഇത് കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. എന്തായാലും എനിക്കിപ്പോൾ ഇത് ശരിക്കും നമ്മൾ കുട്ടിക്കാലത്ത് ചെരുപ്പൊക്കെ അടുക്കി വെച്ചിട്ട് ചിരട്ടയും പാത്രമൊക്കെ അടുക്കി വെച്ചിട്ട് ഇതെൻ്റെ കട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ഓണർഷിപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു ഗെയിമൊക്കെ ഇല്ലേ, അതൊക്കെ കളിക്കുന്ന പോലെ ഉണ്ട്. ഏതാണ്ട് 2-2.5 ലക്ഷം രൂപയുടെ സാധനമൊക്കെ ചുറ്റും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, പക്ഷേ നിങ്ങളൊരു പ്രോ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഒരു ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത്രയൊക്കെ വലിയൊരു ക്യാമറ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. ഒരു ബിഗിനർ സ്റ്റേജിൽ, അബ്സല്യൂട്ട് ബിഗിനർ സ്റ്റേജിൽ ദി ബെസ്റ്റ് ചോയ്സ് എനിക്ക് തോന്നുന്നു സോണി ZV-E10 തന്നെയാണ്. ഇതിൻ്റെ കാര്യം നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ശരി, ബൈ.